Hey, greetings to all my success partners. നിങ്ങൾ ഓരോ ആൾക്കാരും ടോട്ടലി എക്സൈറ്റഡ് ആണെന്ന് എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ RTP ചെറിയ പോസിറ്റീവ് വൈബ്രേഷൻ അല്ല നമ്മുടെ എൻ്റെ ഓർഗനൈസേഷനിൽ ഉണ്ടാക്കിയത്. സക്സസ് ബ്രിക് ഗ്ലോബൽ ടീം ജനസുമായി ചേർന്ന് ചെയ്ത ഈ പവർഫുള്ളായ RTPയിൽ വലിയ വലിയ തീരുമാനങ്ങൾ നിങ്ങൾ ഓരോ ആൾക്കാർ എടുത്തു കാണും. അറ്റൻഡ് ചെയ്ത ആൾക്കാർ പൂർണ്ണമായി ചിന്തിക്കുക, നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ആ ട്രാൻസ്ഫോർമേഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അറ്റൻഡ് ചെയ്യാത്ത ഹതഭാഗ്യന്മാർ അല്ലെങ്കിൽ ഞാൻ പൂർണ്ണമായി അങ്ങനെ വിശേഷിപ്പിക്കുന്നു. കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിനെ പോസിറ്റീവാക്കാനാണ് നിങ്ങളുടെ അപ്ലൈൻ ലീഡറെ കൂടെ ഇരുന്ന് എന്താണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് മനസ്സിലാക്കാനുള്ള സമയമാണ്. 2025 വലിയ തീരുമാനങ്ങളാണ് നമ്മൾ ഓരോ സെഷൻസിലും സംസാരിച്ചത്. CTC, ITC, ഡയമണ്ട് സെഷനിലെല്ലാം എങ്ങനെ ലക്ഷ്യങ്ങൾ ശക്തമായി വെച്ചുകൊണ്ട് നമ്മുടെ ഗോൾ കാർഡ്സ് എഴുതിക്കൊണ്ട് അത് റെഗുലറായി റീഡ് ചെയ്തുകൊണ്ട് അത് കറക്റ്റായി മോണിറ്റർ ചെയ്തുകൊണ്ട് പോകാമെന്ന് നമ്മൾ സംസാരിക്കുകയുണ്ടായി. 2025 നിങ്ങൾക്ക് എന്താണ് മൈലേജ് ഗ്ലോബൽ ബിസിനസ് വേണ്ടത്? മൈലേജ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു വെഹിക്കിളാണ്. ആ വെഹിക്കിളിനെ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ് നമ്മൾ RTP ചെയ്തത്. തീർച്ചയായിട്ടും അത് പെർഫെക്റ്റായ രീതിയിൽ നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്യണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഒരു വലിയ ഫംഗ്ഷന് ശേഷം അതെങ്ങനെ പോസിറ്റീവായി അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വരാൻ പോകുന്ന 3 മാസം കൊണ്ട് എങ്ങനെ നിങ്ങളുടെ റാങ്കുകൾ വലിയ ചേഞ്ച് ചെയ്യാം, അതോടൊപ്പം തന്നെ ഈ 2025 നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കാം. ഇതൊക്കെ പോസിബിളാണ്. ഇതിനുവേണ്ടി ചെയ്യേണ്ട 3 ചെക്ക് പോയിന്റുകൾ. ആദ്യം ഒന്ന്, അറ്റൻഡ് ചെയ്ത ആൾക്കാരും ചെയ്യാത്ത ആൾക്കാരും ചിന്തിക്കുക. ഒന്ന്, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വൈബ്രേഷൻസ് എല്ലാം പെർഫെക്റ്റ്ലി സക്സസ്സിന് ഉതകുന്നതാണോ? അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അതില്ലെങ്കിൽ, അത് കംപ്ലീറ്റ്ലി വിജയത്തിന് വേണ്ടി മാറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പണി കിട്ടും 2025. കാരണം വേണ്ട വിജയങ്ങളെത്തില്ല. അതാണ് കാര്യം. അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത്. നമ്മുടെ പൊട്ടൻഷ്യൽ വളരാൻ സാധ്യമല്ല. കാരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള ചിന്ത, നിങ്ങളുടെ ഗോളിന് വേണ്ടിയുള്ള ചിന്ത, പ്രവൃത്തി, നിങ്ങളുടെ ടോട്ടൽ തയ്യാറെടുപ്പ് ചെയ്തു എന്നാണ് ആദ്യത്തെ ചെക്ക് പോയിന്റ്. രണ്ടാമത്തെ ചെക്ക് പോയിന്റ്, നിങ്ങൾ ടീം ഉണ്ടോ? ടീം ശക്തമായി ഉണ്ടാക്കി തുടങ്ങിയോ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ടീം ഉണ്ടാക്കാൻ ചെയ്യേണ്ടത് നമ്മൾ മീറ്റിങ്ങുകൾ അങ്ങോട്ട് ബുക്ക് ചെയ്യാണ് വേണ്ടത്. ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്ന് ഞാൻ ടീം ഉണ്ടാക്കി തരാമെന്ന് പറയില്ല മൈ ഡിയർ സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങോട്ട് ചെന്ന് നമ്മുടെ 2 ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അവരുടെ വീട്ടിൽ ചെന്ന് ഹോം മീറ്റിംഗ് ചെയ്ത് ആവേശത്തോടെ എടുത്ത് 4-5 ഹോം മീറ്റിംഗ് ചെയ്ത് കഴിയുമ്പോൾ, പ്ലാൻ പ്രസന്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ, വെൽനസ് മീറ്റിംഗ് ചെയ്ത് മൈ ഐസ് പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് എക്സ്പാൻഷൻ വരിക തന്നെ ചെയ്യും. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മളുടെ ഈ വർഷത്തെ ഏറ്റവും വലിയ ഗോൾ. അതായത് ബുക്ക് എ മീറ്റിംഗ് ആൻഡ് ഡ്യൂപ്ലിക്കേറ്റ് ദ ബുക്കിംഗ്. അത് റെഗുലറായി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളും നിങ്ങളുടെ ടീം മെമ്പേഴ്സും റെഗുലറായി മീറ്റിംഗ് ചെയ്യുന്നുണ്ടോ എന്നാണ് രണ്ടാമത്തെ ചെക്ക് പോയിന്റ്. അതിനകത്ത് GTS ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടാവും. തീർച്ചയായിട്ടും അതിൻ്റെ അറ്റൻഡൻസ് ഉൾപ്പെടെ കൺഗ്രാജുലേഷൻ ഓൾ ദ പീപ്പിൾ ഹു ഫോളോ ദ സിസ്റ്റം. മൂന്നാമത്തെ ചെക്ക് പോയിന്റ് എന്താ വെച്ചാൽ, നിങ്ങളുടെ ടീം സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടോ? എംപവർ ഉൾപ്പെടെ, GTS ഉൾപ്പെടെ, വെൽത്തി വെനസ്ഡേ ഉൾപ്പെടെ അത് ഫോളോ ചെയ്യുന്നുണ്ടോ? എല്ലാവരും പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടോ? അതേപോലെ തന്നെ ആക്ച്വലി ആ സിസ്റ്റം ഫോളോ ചെയ്യുന്ന റിസൾട്ടായി മാറുന്നുണ്ടോ? അതാണ് 4ാമത്തെ കാര്യം. 4ാമത്തെ ചെക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ റിസൾട്ടുകൾ വരുന്നുണ്ട്. എന്നാൽ റിസൾട്ട് നമ്മൾ എന്തിനെ ഫോക്കസ് ചെയ്യാനാണ് പറഞ്ഞത്? നമുക്ക് 2 ഇമ്പോർട്ടൻറ്റ് വീക്ക്ലി മെഷേഴ്സ് ഉണ്ട്. നമുക്ക് ഒന്ന്, ഹൈ പ്രോഫിറ്റ് ആർമി 30,000 കോൺട്രിബ്യൂഷൻ നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ AFC 30,000 ഒരു നാണയത്തിന് 2 വശമാണ്. AFC എടുത്താലും അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് ആർമി എടുത്താലും. അതുകൊണ്ട് മനസ്സിലാക്കുക, മറ്റേതിനകത്ത് 2 ലെഗിലും വോളി വരണമെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ പെർഫോമൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് വരുമ്പോൾ നിങ്ങളുടെ 2 ലെഗിലും വോളി വരും എന്നുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ നോക്കുക, നിങ്ങൾ ഹൈ പ്രോഫിറ്റ് ആർമി കോൺട്രിബ്യൂഷൻ ലീഡർ ആണോ? അല്ലെങ്കിൽ 30,000 കോൺട്രിബ്യൂഷൻ അത് സ്പോൺസർഷിപ്പ് വഴി ചെയ്യാം, അത് റീറ്റെയിൽ റീപർച്ചേസ് വഴി ചെയ്യാം, അത് ആയിസിൻ്റെ റെഫറൻസ് വഴി ചെയ്യാം. അത്ര ലിബറലാക്കി മാറ്റിയില്ലേ? അത് മനസ്സിലാക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി അത് വെച്ച് ഈ വർഷം മുഴുവൻ ഫോക്കസ് ചെയ്യാൻ പോകുന്നതാണ് ആക്ച്വലി ഈ ഹൈ പ്രോഫിറ്റ് ആർമി. അതോടൊപ്പം തന്നെ ഹൈ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള TC ആൻഡ് അബോ ഫാസ്റ്റ് ട്രാക്കർ TC എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് സ്വർണ്ണ നാണയം ഉൾപ്പെടെ റെഡിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഏറ്റവും ഫാസ്റ്റായി TCകളെ ക്വാളിഫൈ ചെയ്യുന്ന ആ പ്രോസസ്സിലേക്ക് നിങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ട് നിങ്ങളെ നമുക്ക് ഈ മാസം കൊണ്ട് നമ്മൾ നീട്ടിയിട്ടുണ്ട്. നമ്മളുടെ തായ് ക്രൂയിസ് 30,000 പർച്ചേസുമായി നിങ്ങളുടെ നിരവധി ആൾക്കാർ 57 പേര് ക്വാളിഫൈ ചെയ്തു. കൺഗ്രാജുലേഷൻ. ഈ 57 പേരും എന്തുകൊണ്ട് ഓർഗനൈസേഷൻ 1-ലും 2-ലും ഒരാളെ ക്വാളിഫൈ ചെയ്തതാ. ഓരോ ആഴ്ചയിലും റെവല്യൂഷൻ ഉണ്ടാവും.
റവല്യൂഷൻ ഉണ്ടാകും നമ്മുടെ ബിസിനസ്സിൽ. സോ ഗെറ്റ് റെഡി. ആ റവല്യൂഷൻ ഉണ്ടാക്കുന്ന വ്യക്തി ആരാണ്? അത് നിങ്ങളായി മാറട്ടെ. മൈലേസ് ഗ്ലോബലിലെ സക്സസ് ബെറി ഗ്ലോബലിലെ ടീം ആയുസിലെ ഏറ്റവും പവർഫുൾ RTP ബേസ്ഡ് അതിന് മേളിലേക്ക് പോകുന്ന ഒരു പവർഫുൾ ലീഡറായി നിങ്ങളായി മാറട്ടെ. നിങ്ങളുടെ വീക്ക്ലി പെർഫോമൻസിന് വേണ്ടി, നിങ്ങളെ ഹൈ പ്രോഫിറ്റ് ആർമിയിൽ നിങ്ങളുടെ ഫോട്ടോ കാണാൻ വേണ്ടി പ്രതീക്ഷിക്കുന്നു. ഏപ്രിൽ 2nd വീക്കിലാണ് അടുത്ത RTP. റെഡി ആയിക്കൊള്ളുക. ഇപ്പോഴേ അഡ്വാൻസ് കളക്ട് ചെയ്ത് നിങ്ങൾക്ക് സിസ്റ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് തുടങ്ങാം, ആയുസിൻ്റെ അക്കൗണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് തുടങ്ങാം. ഗെറ്റ് റെഡി. ഈ ആഴ്ചയിലെ ഹൈ പ്രോഫിറ്റ് ആർമി ലീഡറായി കാണാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തായ് ക്രൂസിൽ നിന്ന് കാണാൻ പ്രതീക്ഷിക്കുന്നു. സീ യു.